ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിഷാന് അഡ്മിഷന് വേണ്ടി അജ്മാൻ അൽ ജറഫിലുള്ള ഹാബിറ്റഡ് സ്കൂളിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഓൾറെഡി അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനറി വ്യൂ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നേച്ചർ ബോണ്ടഡ് ആയ ഒരു സ്കൂളാണ് കേട്ടോ. ഇവൻ കുറേ സമയമായി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ സ്കൂൾ ടൂറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കരയുന്നത്. കാണണം എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ അറിയാം, പുറത്തായാലും ഉള്ളിലായാലും ഫുള്ളൊരു ഗ്രീനറി വൈബാണ്. ഇവിടെ അഗ്രികൾച്ചർ, ഫാമിങ് അങ്ങനത്തെ കുറേ ഇങ്ങനെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറേ ഇതെല്ലാം ഉണ്ട് കേട്ടോ. അതിനായി അഗ്രികൾച്ചറിന് ഇവർ ഗിന്നസ് റെക്കോർഡ് വരെ ഈ സ്കൂളിന് കിട്ടിയിരുന്നു. വേൾഡ് ഗിന്നസ് റെക്കോർഡ് അവാർഡ് ഇവർക്ക് കിട്ടീന്. അങ്ങനത്തെ കുറേ അവാർഡ്സും കാര്യങ്ങളെല്ലാം കിട്ടിയിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിൻ്റൺ, സൈബർ സ്ക്വയർ, കരാട്ട, യോഗ, ഡാൻസിങ്, മ്യൂസിക്, സ്വിമ്മിങ് അങ്ങനെ കുറേ അവർ പറഞ്ഞു. എന്തെല്ലോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഒറ്റ തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് മൊത്തം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഫൈനലി ഇത് റിഷാൻ സ്കൂൾ ടൂറിനാണ് കേട്ടോ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ അതിനാണ് പോകുന്നത്. ഈ താഴെ ഗ്രേഡ് 1 മാത്രമല്ല കേട്ടോ, അത് കുറേ സെക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവൻ്റെ സെക്ഷൻ ഏതാ നമുക്കറിയില്ല, അത് നാളെ കൺഫേം ആവും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നോക്ക് ഫുള്ളൊരു ഗ്രീനറിയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ ഗ്രേഡ് 1. പക്ഷെ ഇതിലേതോ ഒരു ക്ലാസ്സാണ്, ഏതാ നമുക്കറിയില്ല. നാളെ മാത്രമേ അറിയൂ കേട്ടോ ക്ലാസ്സിൽ വരുമ്പോൾ. അങ്ങനെ നല്ല സ്കൂളാണ് കേട്ടോ. അജ്മാലിൽ വെച്ച് കുറച്ച് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള സ്കൂളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവനിക്ക് കുറച്ച് ദിവസമായിട്ട് ഓൺലൈൻ ക്ലാസ്, അപ്പോൾ ഓനക്ക് തീരെ താല്പര്യമില്ല ഓൺലൈൻ ക്ലാസ്. പിന്നെയെന്ന് പറഞ്ഞാൽ ചെറിയ മക്കൾക്ക് എന്തായാലും ഓൺലൈൻ ക്ലാസ് ആവില്ല എന്നിപ്പോൾ നമുക്കൊരു അനുഭവം വരുമ്പോൾ നമുക്കറിയില്ല. അങ്ങനെ താഴെയുള്ള സ്വിമ്മിങ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ കാണാൻ പോയിട്ടില്ല. രാവിലെ 8 മണിക്ക് വന്നിട്ട് 3 മണിയാകുമ്പോഴാണ് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സൊക്കെ ഓൾറെഡി കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് മതിയായി. ഇരുന്നിട്ട് കുട്ടിയൊക്കെയാണെങ്കിൽ തന്നെ ഭയങ്കര അവർക്ക് വിശന്നിട്ടെല്ലാം മതി, കരയാൻ തുടങ്ങിയിട്ടോ. അത് പുറത്ത് അതിൻ്റെ റൂൾസും റെഗുലേഷനൊക്കെ അവർ മെൻഷൻ ചെയ്തതിന്. ഇതാണ് കേട്ടോ പൂള്, നല്ല വലിയ പൂളാണ്. പക്ഷേ ഇതിലൊക്കെ റിഷാൻ കളിക്കുമ്പോൾ ചിലപ്പോൾ മുങ്ങിപ്പോയത് വലിയ കുട്ടികളെ പൂളാന്ന് തോന്നുന്നത്. അപ്പുറത്ത് തന്നെ ഒരു ചെറിയ പൂളുണ്ട് കേട്ടോ. അങ്ങനെ റിഷാന് നല്ല ഹാപ്പിയായി. റിഷാനിപ്പോൾ മുഹമ്മദ് നല്ല ഹാപ്പിയായി. എനിക്കിതെല്ലാം കാണുമ്പോൾ കാലുവേദന ഉള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. നല്ല നടക്കുന്നുണ്ട് കേട്ടോ. നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചെരുപ്പിട്ട് നടക്കാൻ കഴിയാത്തേയില്ല. ഇങ്ങനെ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് അവൻ്റെ കാലൊന്ന് പൊള്ളിയിട്ടുണ്ടായി. അതിൻ്റെ ഒരു പ്രശ്നമില്ല. റിഷാനെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹാപ്പി ആയിട്ടോ സ്കൂള് കണ്ടപ്പോൾ. ഇതടുത്ത ഗ്രൗണ്ടാണ്, നല്ല വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബുക്സും യൂണിഫോമൊക്കെ അപ്പം തന്നെ കളക്റ്റാക്കി. നമുക്ക് ഫുള്ളൊരു ഗ്രീനറി, ഒരു നാട്ടുത്തോളിൽ നമുക്ക് അങ്ങനെ തോന്നുന്ന ഒരു സ്കൂളാട്ടോ ഇത്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ സ്കൂളെല്ലാം കാണാൻ. പിന്നെ മേലെല്ലാം കുറേ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അതിനെ കൊണ്ടാണ് പിന്നെ നമ്മൾ പോയിട്ടില്ല. ഇന്നൊരിക്കൽ വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഇത് അടുത്ത ഹാളാണ് കേട്ടോ. ഇങ്ങനെ ഫങ്ഷൻസൊക്കെ വെക്കാനുള്ള നല്ല വലിയ ഹാളാണ്. ബാസ്കറ്റ് ബോളിൻ്റെ ഒരു കോർട്ടാണ് കേട്ടോ. ഇവിടെ വേറെ എന്താ ഉള്ളതെന്നൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവർ പോയപാട് ബോളാണ് കേട്ടോ തരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്കൂൾ തുടങ്ങിയിട്ട് 1 മാസം ആവാനായി. പക്ഷെ നമ്മളിപ്പോഴാണ് കേട്ടോ അഡ്മിഷൻ ആക്കിയത്.
അങ്ങനെ സ്കൂളിലുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നാളെ തൊട്ട് റിഷാന് സ്കൂളിൽ വരണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും.